നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയ വിവാദം തീരുന്നില്ല. സ്കൂളിനെതിരെ കടുത്ത നിലപാടുമായി മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിന്റെ അംഗീകാരം സർക്കാരിന്റെ കയ്യിലാണെന്ന ഓർമ്മപ്പെടുത്തൽ. തീരുന്നുവെന്ന് തോന്നിച്ച ഹിജാബ് വിവാദം വീണ്ടും വീണ്ടും ഉയർത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട സംശയിക്കേണ്ടി വരുന്നു. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങൾ ഗുരുതരമെന്ന് സഭകളുടെ ആശങ്ക. കൂടുതൽ പ്രതികരണം നടത്താതെ കരുതലോടെ കോൺഗ്രസും ലീഗും. ഹിജാബ് വിവാദം തുടരുന്നത് ആരുടെ അജണ്ട? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ ശ്രീ ഷാബു പ്രസാദ്, ശ്രീ ടി എ മുജീബ് റഹ്മാൻ, ശ്രീ രാഹുൽ ഈശ്വർ, ഫാദർ ജോഷി മയ്യാറ്റിൽ എന്നിവർ ചേരുകയാണ്. ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ. ഇപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കടുത്ത നിലപാടാണ് സ്കൂളിനെതിരെ നടത്തിയത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഈ സർക്കാർ നടത്തിയത് അത് ശരിയായില്ല, ഈ ചില വർഗീയ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട, സ്കൂളിൻ്റെ അംഗീകാരം ഞങ്ങളുടെ കയ്യിലാണ് തുടങ്ങിയ പരാമർശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്താണ് ഈ തർക്കം തീരാത്തതിന് കാരണം, ഈ ഹിജാബ് വിവാദം? മഞ്ജുഷ, അത് ഒരു പിടികിട്ടാ ചോദ്യം തന്നെയാണത്. കാരണം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. ഈ മാനേജ്മെന്റിന്റെ നിലപാട് വളരെ കൃത്യമാണ്. അത് അവരുടെ അവകാശം, അതായത് അവര് നിർണയിച്ചിട്ടുള്ള യൂണിഫോം തങ്ങളുടെ സ്കൂളിൽ വരുന്നവര് അത് അംഗീകരിക്കണമെന്നും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള അവർക്കുള്ള ആ നിർബന്ധം, അത് നിയമപരമായ ഒന്നാണ്. ഇനി ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വാഗ്വാവിളിയിലേക്ക് മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോ സ്കൂളിനെ അനാവശ്യമായി ഇരയാക്കുന്ന, സ്കൂളിനെ അനാവശ്യമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള സമയം നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഒരു വീഴ്ച പോലും വന്നിട്ടില്ല. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള നിലപാടുകൾ, ഈ കുട്ടിയെ സംബന്ധിച്ച നിലപാടോ, ഈ മാതാപിതാക്കളെ സംബന്ധിച്ച നിലപാടോ, സ്കൂളിനെ സംബന്ധിച്ച നിലപാടോ, തങ്ങളുടെ നിയമപരമായ അവകാശത്തിന്റെ കാര്യത്തിലുള്ള നിലപാടോ, ഒരു വീഴ്ചയും സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ആ സ്കൂളിന്റെ പ്രിൻസിപ്പല് ഇന്നലെ സംസാരിച്ചു. അതിനു മുൻപും എത്ര കൃത്യതയോടെയാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പല് സിസ്റ്റർ ഹെലീന സംസാരിച്ചത്. ഒരു മിസ്റ്റേക്ക് പോലും സിസ്റ്റർ വരുത്തിയില്ലല്ലോ. സിസ്റ്റർ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയോ? സിസ്റ്റർ പൊളിറ്റിക്സ് പറഞ്ഞോ? എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്നത്? ഇനി ഒരുപക്ഷെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഇവർ തമ്മിലുള്ള പ്രശ്നം, പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് ഇതിനിങ്ങനെ പെരുപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് സത്യത്തിൽ ഇവരുടെ ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ്, അഡ്വക്കേറ്റിന്റെ പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചുള്ള ചോദ്യം വന്നേക്കാം. കാരണം പ്രിൻസിപ്പൽ സിസ്റ്റർ വളരെ ഭംഗിയായി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ അഡ്വക്കേറ്റ് കയറിയിട്ടാണ് സംസാരിച്ചപ്പോൾ ഞാന് മിനിയാന്ന്, മഞ്ജുഷ, ഇവിടെ മിനിയാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതായത് ഈ സ്കൂൾ മാനേജ്മെന്റും ഈ രക്ഷിതാക്കളും ഒരു ചർച്ചയോ ഒരു മീറ്റിങ്ങോ ഒരു സമവായം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അഡ്വക്കേറ്റിന്റെ പ്രത്യേക താല്പര്യമാണെന്ന് എനിക്ക് തോന്നി. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഈ അഡ്വക്കേറ്റ് ഇങ്ങനെ പറയുന്നത്? ഇല്ലാത്ത കാര്യമാണല്ലോ. കാരണം ഇവർ തമ്മിൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തൊരു സമവായത്തിൽ എത്തിയിട്ടില്ല. ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ കുട്ടിയെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും തന്നെയാണ് നോക്കുന്നതും കരുതുന്നതും. സ്കൂൾ ഇപ്പോൾ ഒരു സമവായത്തിന് ശ്രമിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു സമ്മതപത്രം എഴുതി നൽകണം എന്നൊക്കെയാണല്ലോ, ഹിജാബ് ധരിച്ച് വരരുത് എന്ന്. അത് ശരിയാണോ? അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും, അല്ലേ? നോക്കണം, ഈ സ്കൂള് അധികൃതര് തുടക്കം മുതൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടുത്തെ നിയമം പാലിക്കാൻ ഇവിടെ വന്നു ചേരുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും തയ്യാറാവണം. അത് വളരെ ന്യായമായ ചോദ്യമല്ല. അതല്ലേ, അത് മാത്രമല്ലേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ഇപ്പോഴും ഇന്നലെ കുട്ടി വന്നില്ല. അപ്പൊ ഇവർക്ക് ബുദ്ധിമുട്ടായി. കാരണം വെച്ചാൽ പരീക്ഷയാണ്.
കൊച്ചെന്തുകൊണ്ടാ വരാത്തത്? അവര് വിളിച്ചു ചോദിച്ചു, വീട്ടിലേക്ക് വിളിച്ചു, പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. ഇന്ന് കുട്ടിയെ ഇന്നും കണ്ടില്ല. അവര് വിളിച്ചു, ആ വീട്ടിലേക്ക് വിളിച്ചു, ഇന്ന് ഫോൺ എടുത്തു. അപ്പൊ ആ കുടുംബത്തിൽ ആരോ പറഞ്ഞു 3 ദിവസത്തേക്ക് വരുന്നില്ല. അപ്പൊ കുട്ടിയുടെ ഇളയ കൊച്ചും അവിടെ തന്നെ പഠിക്കുന്നതാണ്, പക്ഷെ ആൺകൊച്ച്, ആ കുട്ടിയും ക്ലാസ്സിൽ വന്നില്ല. അപ്പൊ അവനെന്തുകൊണ്ടാണ് വരാത്തത്? നോക്കൂ, ആ സിസ്റ്റേഴ്സിന്റെ എത്ര ഓപ്പൺ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ആ മാനേജ്മെന്റിന്റെ എത്ര സുന്ദരമായിട്ടുള്ള നിലപാടുകളാണ് ഇതുവരെ ഈ കാര്യത്തിൽ കണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഞാൻ വിഷയങ്ങൾ, ചോദിച്ചത് ഇങ്ങനെ ഒരു സമ്മതപത്രം ഇല്ലാതെ കുട്ടിയെ പഠിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഹിജാബ് ധരിച്ച് വരരുത്, അങ്ങനെ ഒരു സമ്മതപത്രം വേണമെന്ന നിർബന്ധം സ്കൂളിനുണ്ടല്ലോ അല്ലേ? നോക്കൂ, ഇവിടെ എല്ലാവരും ഒരു സമ്മതപത്രമുണ്ട്, ഇവരെ കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ നോക്കണം, നിയമം അനുസരിച്ച് സ്കൂൾ ഡയറിയിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് വന്ന വ്യാജമായ വിളി, ആ വിളിയിലൂടെ അവര് ആവശ്യപ്പെട്ടത് എന്തെന്നാ? അതൊക്കെ അന്വേഷണത്തിൽ വരണം. ഇനി എന്തായിരുന്നു വിദ്യാഭ്യാസ ഓഫീസിന്റെ താല്പര്യം? ഈ സ്കൂൾ ഡയറിയിലെ കാര്യങ്ങൾ മാറ്റണം എന്നോ? ഇത് എവിടെ നിന്നാണ് വരുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? സ്കൂൾ ഡയറിയിലെ കാര്യങ്ങൾ മാറ്റുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മാനേജ്മെന്റ് നിലപാട് മാറ്റണം എന്നോ? ഇത് പറയാൻ ഈ സംവിധാനത്തിന് അവകാശമുണ്ടോ? അല്ല, അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ഹിജാബിന്റെ കാര്യമേ മിണ്ടിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ സ്കൂളിന്റെ അംഗീകാരത്തിന്റെ കാര്യമൊക്കെയാണ്. ഇതിന്റെ പേരിൽ ഈ ഒരു സ്കൂളും സർക്കാരിന്റെയോ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ മുകളിലല്ല. അത്തരം കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ നിയമം മാറ്റണം എന്നുള്ള കാര്യമൊന്നും അദ്ദേഹം പറയുന്നില്ല. തുടക്ക ദിവസം മിനിയാന്ന് അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവന വന്നിരുന്നു, അത് ശരിയാണ്. അതിനകത്ത് പറഞ്ഞിരുന്നത് ഈ ഹിജാബ് ധരിച്ചു വരുമ്പോൾ തടയരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ ആ നിലപാട് ഇപ്പോൾ അദ്ദേഹത്തിനില്ല. ശരിക്കും അങ്ങനെ ഒരു നിലപാടുണ്ട്, അത് മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് താങ്കൾ പറയുന്നത്. ഒരാളാണോ വിദ്യാഭ്യാസ മന്ത്രി? ഇങ്ങനെ ഒരു ദിവസം ഒന്ന്, അടുത്ത ദിവസം മറ്റൊന്ന്, 3-ാം ദിവസം അടുത്ത്, 4-ാം ദിവസം വേറൊന്ന്, ഇങ്ങനെ പറയാനായിട്ട് എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പറ്റുന്നത്? അപ്പൊ ഇന്ന് എപ്പോഴും ഒരു ഭീഷണിയുടെ സ്വരമല്ലേ? നോക്കൂ, ആ സ്കൂള് ചുറ്റുപാടും ഭീഷണി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്കൂൾ എന്താ ചെയ്തത്? സ്കൂൾ മൈനോറിറ്റി റൈറ്റ് അനുസരിച്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആർട്ടിക്കിൾ 30 അനുസരിച്ച് നടത്തുന്ന സ്കൂള്, പ്രൈവറ്റ് സ്കൂള്. ആ പ്രൈവറ്റ് സ്കൂളില് മാനേജ്മെന്റിന് അവരുടെ നിയമങ്ങൾ അത് അവിടെ നടപ്പിലാക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ആ അവകാശങ്ങൾ ഭംഗിയായിട്ട് അവര് വളരെ സ്നേഹത്തോടി കുട്ടികളുടെ ഉന്നമനം മാത്രം ലക്ഷ്യമിട്ട് അവർ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിനിടക്ക് പിതാവിന്റെ ഭീഷണി, ഇതിന്റെ ഇടയ്ക്ക് STPIയുടെ ഭീഷണി, അതിനപ്പുറത്ത് DEOയുടെ ഓഫീസിന്റെ ഭീഷണി, പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭീഷണി. ആരാ ഇവിടെ ഭീഷണിപ്പെടുത്തിയത്? ഇത്രക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന മാനേജ്മെന്റിനെ എന്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു? ഇതാണ് എന്റെ ചോദ്യം. ശരി, ശ്രീ ടി എ മുജീബ് റഹ്മാൻ, ഇപ്പോഴും സ്കൂളിന് നേരെ ഭീഷണി എന്നാണ്. ശ്രീ മുജീബ് റഹ്മാൻ, നമ്മുടെ ഈ ചർച്ചയുടെ ക്യാപ്ഷൻ പള്ളുരുത്തിയിലെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം കെട്ടടങ്ങുന്നില്ല എന്നുള്ളത്. ആരാണ് ഈ വിവാദം കെട്ടടങ്ങാൻ അനുവദിക്കാത്തത്? എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ചാനലാണ് ആ വിവാദം ഒരു കാരണവശാലും കെട്ടടങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ഒരു സ്കൂളിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടിയോട് തട്ടനിടരുത് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം, ഞാൻ തന്നെ എത്ര ദിവസമായി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരുന്നു. ഇന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലത്തോളമായി ന്യൂസ് 18 ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ പ്രസ്താവന, പിതാവിൻ്റെ പ്രസ്താവന, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രസ്താവന, ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രസ്താവന, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PTA പ്രസിഡന്റ് ഇതൊക്കെ എന്തോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ വാർത്ത വരുന്നത് പോലെ വലിയ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ഇതിനെ നിലനിർത്തുന്നത്. എനിക്കൊന്നാമതായി പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ന്യൂസ് 18 ചാനലാണ് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം? ഒരു പെൺകുട്ടി അവളുടെ മതവിശ്വാസമനുസരിച്ച് അവളുടെ തലമുടി മറച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി. അവിടെ ആ സ്ഥാപനത്തിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള അനുമതി കൊടുത്തില്ല, അവരെ പുറത്താക്കി. ഇവിടെ വെറും പച്ചക്കള്ളങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പിതാവ് പറഞ്ഞു സ്കൂളിന് ഭീഷണി. ആരാണ് സ്കൂളിനെ ഭീഷണിപ്പെടുത്തുന്നത്?
ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി സ്കൂളിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്? അദ്ദേഹം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ മന്ത്രിയും ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ. ഇതിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തിൽ ഞാൻ ആ കുട്ടിയുടെ പിതാവുമായി ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നത് മഞ്ജുഷ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു ദിവസം വൈകിട്ട് 6 മണിക്ക് തന്നെ 7 മണിയൊക്കെയുള്ള ചർച്ചയിലേക്ക് വിളിക്കുമ്പോഴാണ് ഞാൻ ഈ വിഷയം ശ്രദ്ധിക്കുന്നത് തന്നെ. ആ 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഞാൻ ആ കുട്ടിയുടെ പിതാവുമായി ഞാൻ സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസവും ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തലമറച്ചുകൊണ്ട് പോകാനുള്ള ആഗ്രഹമാണുള്ളത്. ആ കുട്ടി അതിനുവേണ്ടി തയ്യാറായപ്പോൾ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCCയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ 1.5 മണിക്കൂറോളം ചെലവഴിക്കുന്ന ഒരവസ്ഥയുണ്ടായി. മുഹമ്മദ് ഷിയാസ് ആ കുട്ടിയുടെ പിതാവായിട്ടുള്ള അനസിനോട് പറഞ്ഞത്, നാട്ടിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്, ആയതുകൊണ്ട് തന്നെ നിന്റെ കുട്ടിയെ തലയിൽ തട്ടനിടാതെ സ്കൂളിലേക്ക് വിടാൻ നീ തയ്യാറാകണം. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന മുഴുവൻ ഭവിഷ്യത്തുകൾക്കും നീയായിരിക്കും കാരണക്കാരൻ. അത് ഷിയാസ് 1.5 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നുകൊണ്ട് പറയുന്നു. കെ ബാബു എന്ന് പറയുന്ന MLA, അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് കുട്ടിയുടെ പിതാവ് പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. MLA ചെന്നുകൊണ്ട് ആ കുട്ടിയുടെ പിതാവിനോട് പറയുന്നു, നിന്റെ കുട്ടിയെ നീ തലയിൽ തട്ടനിടാതെ സ്കൂളിലേക്ക് വിടാൻ തയ്യാറാകണം. ഒരു ജനപ്രതിനിധി ഒരു പിതാവിനോട് ആ അദ്ദേഹത്തിൻ്റെ മകളെ സ്കൂളിൽ വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നു. അവിടുത്തെ CI അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞത്, CI അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വലിയ കലാപങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങൾ പോകുകയാണ്. നിന്റെ കുട്ടി ആ സ്കൂളിൽ തട്ടനിട്ടുകൊണ്ട് പോകുന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരാളോട് ഒരു കല്ലെറിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിനക്കെതിരായിരിക്കും കേസ്, നീ അകത്തു പോകും. അത്തരത്തിലൊരു മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ ആ മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനലുകളിൽ ചർച്ച, ബാക്കിയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച. അപ്പോൾ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ കുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാനോ തിരിച്ച് മറുപടി പറയാനോ പറ്റുന്ന ഒരു അവസ്ഥയുള്ള ഒരാളല്ല. അദ്ദേഹം ഒരു ഗൃഹനാഥൻ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനസിക സംഘർഷം, ആ മാനസിക സംഘർഷത്തിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ കുഴപ്പമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി DCC പ്രസിഡന്റ് പറഞ്ഞ ആ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ഈ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ സ്ഥലം MP ഹൈബി ഈഡൻ എത്തുന്നു. ആ MPയും DCC പ്രസിഡന്റും MLAയും അതേപോലെ തന്നെ നമ്മുടെ മുൻ MLA ആയിരുന്ന ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നിൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പേരിൽ, എൻ്റെ കുട്ടി തലയിൽ തട്ടനിടുന്നതിൻ്റെ പേരിൽ നാട്ടിൽ കലാപമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അവർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ അവിടെ മീഡിയകളുടെ മുമ്പിൽ സംസാരിച്ചു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് അത്രയും സമ്മർദ്ദമുണ്ടായി അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവോ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു അനാവശ്യ വിവാദങ്ങളോ തർക്കങ്ങളോ ഉണ്ടാക്കി ആരാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ ന്യൂസ് 18 ചാനലിൻ്റെ ചർച്ചയിൽ ഞാൻ വന്നിരിക്കുമ്പോൾ സാധാരണ മാതൃഭൂമി ചാനലും മനോരമ ചാനലും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വരുന്ന ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവർ വ്യത്യസ്ത മേഖലയിലുള്ളവരായിരിക്കും. CPMൻ്റെ പ്രതിനിധി ഉണ്ടാവും, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടാവും, BJPയുടെ പ്രതിനിധി ഉണ്ടാവും, ഒരു പൊതുപ്രവർത്തകനുണ്ടാവും, ഒരു സാമൂഹിക നിരീക്ഷകനുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പാനലിൽ വരുന്ന 90% പ്രതിനിധികൾ ഈ സ്കൂളിന് വേണ്ടി സംസാരിക്കുന്ന, അതേപോലെ തന്നെ സംഘപരിവാറിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചാനൽ ചർച്ചകളിലും പൊതുസമ്മേളനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുമൊക്കെ നിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ജനം ചാനലിൽ ചർച്ചയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ജനം ചാനലിൽ ചർച്ചയ്ക്ക് പോകാറില്ല, എന്നെ വിളിക്കാറുണ്ട്. കാരണം ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. ന്യൂസ് 18 ചാനലിനെ കുറിച്ച് ആളുകൾക്ക് ഒരു നിലവാരമുണ്ടായിരുന്നു. താങ്കൾ പറയുന്നത് ഞാൻ അതേപടി നിഷേധിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞതാണ്. കോൺഗ്രസിനും ലീഗിനും ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. അല്ലല്ല, താങ്കൾ പറയുന്നത് കേൾക്കൂ. താങ്കൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസിനും ലീഗിനും അത് താങ്കളോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കോൺഗ്രസിനും ലീഗിനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതിനിധികളെ വിളിച്ചതാണ്.
പിന്നെയുള്ള കാര്യം, കഴിഞ്ഞ ദിവസവും ഇടത് സഹയാത്രികർ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വേണമെന്ന് വാശി പിടിക്കാൻ പറ്റുകയില്ല. താങ്കൾ മാത്രമല്ല, SDP അവിടെ കുഴപ്പമുണ്ടാക്കി SDPയുടെ പ്രതിനിധിയെ ഇന്നലത്തെയും മിനിയാത്തെയും ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിരുന്നു. എല്ലാ ദിവസവും പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കോൺഗ്രസും ലീഗും CPM ഒക്കെ ഉണ്ടെങ്കിലേ താങ്കൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഞാൻ അറിഞ്ഞിരുന്നില്ല താങ്കൾ ഇപ്പോൾ കോൺഗ്രസും ലീഗും CPM ഒക്കെ ഉണ്ടെങ്കിലേ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ. താങ്കൾ പറഞ്ഞു അവരുടെ പ്രതിനിധികൾ ഇല്ല എന്ന്. താങ്കൾ അവർക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ശരി രാഹുൽ, താങ്കളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? താങ്കളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? 3 കാര്യങ്ങൾ. ഒന്ന്, മുജീബ് റഹ്മാൻജിയോട് വളരെ ആദരവോടെ പറയാനുള്ളത്, അത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾ നമ്മൾ വല്ലാത്തൊരു കൈയടക്കത്തോടു കൂടി മെയ്വഴക്കത്തോടു കൂടി കൈകാര്യം ചെയ്യണം. ഒന്ന്, ആദരണീയനായ ഫാദർ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ മോൻ പഠിക്കുന്നത് സെന്റ് തോമസിലാണ്, എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ്, എൻ്റെ മുത്തശ്ശി പഠിച്ചത് ബാലികാമഠത്തിലാണ്, ഞാൻ പഠിച്ചത് ക്രൈസ്തവരിലാണ്. അപ്പം ഞങ്ങളുടെ എല്ലാ തലമുറകൾ നമ്മുടെ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത്. ചാവരപ്പിതാവടക്കം ഞങ്ങളുടെ ഹിന്ദു നവോത്ഥാന നായകന്മാരുണ്ടാകുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന് വലിയൊരു വിദ്യാഭ്യാസ സംസ്കാരവും പാരമ്പര്യവും നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം സാധാരണ ഹിന്ദു മുസ്ലിം വിശ്വാസികൾ തങ്ങളുടെ കുട്ടികളെ എല്ലാം ക്രിസ്ത്യൻ സ്കൂൾസ് വിടുന്നത്. അതൊരു പ്രശ്നമില്ലാതെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ആദ്യ ഉത്തരവാദിത്വം നമ്മുടെ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിലാണ്, നമ്മുടെ ക്രിസ്തീയ പൗരോഹിത്യത്തിനും കൂടെയുണ്ട്. കാരണം ഞങ്ങളെല്ലാം നമ്മുടെ മക്കളെ വിശ്വസിച്ച് വിടുന്നത് അത്തരം സ്കൂളുകളിലാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു പ്രത്യേകതയുണ്ട്. 2, ഈ വിഷയം ഒരു സമവായത്തിന് ശ്രമിക്കണം. നമ്മൾ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കണം. കാര്യം ആ പെൺകുട്ടി കൊച്ചുകുട്ടിയാണ്, നമുക്കെല്ലാം സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ളതല്ലേ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടായി കാണും, മനോവേദന ഉണ്ടായി കാണും. ഒരു സമവായത്തിലേക്ക് ഈ കാര്യം എത്തണം. 2 വിഷയങ്ങൾ നമ്മൾ ഈ നിയമപരമായി പരിഗണിക്കണം. സ്ട്രിക്ട്ലി ലീഗൽ പെർസ്പെക്റ്റീവ് ചെയ്യുന്ന ഒരാൾക്ക് എന്തും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതേപോലെ തന്നെ മൈനോറിറ്റി റൈറ്റ്സ് പ്രകാരം ആർട്ടിക്കിൾ 30 പ്രകാരം ആർട്ടിക്കിൾ 25, 26 പ്രകാരം നമ്മുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതസ്ഥാപനങ്ങളോ ഒക്കെ നടത്താനുള്ള അവകാശവും നമുക്കുണ്ട്. ഉദാഹരണം, ഞാനിപ്പോൾ ശബരിമല വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് ഞാൻ യൂണിഫോം ഇടുന്നൊരു ദിവസം എൻ്റെ മോനെ കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഇട്ട് സെന്റ് തോമസിലേക്ക് വിട്ടാൽ ശരിയാവും? ഇല്ല. കാര്യം അവന് വേണമെങ്കിൽ വേറൊരു ദിവസം പോവാം, അതായത് യൂണിഫോം നിഷ്കർഷിച്ചിട്ടില്ലാത്ത ദിവസം പോവാം. ചില സ്കൂളുകളിൽ നമ്മുടെ നാടിന്റെ മഹത്തരമായ മതസൗഹാർദ്ദ പാരമ്പര്യം ഒരുമിച്ചുകൊണ്ട് ഹിജാബോ ബാക്കി വസ്ത്രങ്ങളോ ഈ കളർ കോഡിനോട് ചേർന്ന് ധരിക്കണം. അതായത് സ്കൂളിലെ ഡ്രസ്സ് വെള്ളയും പച്ചയും ആണെങ്കിൽ ആ വെള്ളയും പച്ചയും ചേർന്നൊരു ഹിജാബ്, അല്ലെങ്കിൽ വെള്ളയും നീലയും ആണെങ്കിൽ വെള്ളയും നീലയും ചേർന്നൊരു ഹിജാബ്. അങ്ങനെ ഒരു സമവായം ഉണ്ടാകുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കടുംപിടുത്തം ഒരിക്കലും പിടിക്കരുത്. നമ്മുടെ 2 പ്രമുഖ സമുദായങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും മികച്ച ഭാഗങ്ങളിലൊന്നാണ്. സേവന മേഖലയിലും വ്യവസായത്തിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇതൊരു സാമുദായിക സ്പർദ്ധ ഇല്ലാത്ത രീതിയിൽ, പരസ്പരം വിദ്വേഷമോ വർഗീയതയോ ഇല്ലാത്ത രീതിയിൽ ഒരു സമവായം കണ്ടെത്തണം. എങ്ങനെയാണ് താങ്കൾ പറയൂ, എങ്ങനെ സമവായം കണ്ടെത്തുമെന്ന്? ഇവിടെ സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായിട്ടല്ല, സ്കൂൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹിജാബ് ധരിച്ച് വരാൻ പറ്റില്ല, അതിന് സമ്മതപത്രം നൽകണമെന്ന്. സമ്മതപത്രം കൊടുക്കുന്നില്ല. അവിടെ താങ്കൾ രാഹുലെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കമായി ഇതാ കുടുംബത്തിന്റെ മാത്രം ഒരു ആവശ്യമായിരുന്നു എന്ന്, അതിന് പിന്നിൽ ആരുമില്ല എന്ന്? അവിടെയാണ് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് അടക്കമുള്ള സംഘടനകളെ, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം, അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ, ഇപ്പം തീവ്ര കാസ അടക്കമുള്ള സംഘടനകളെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരരുത്. മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരോടും യോജിച്ചു പോകുന്ന, അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും കുഴപ്പമില്ല, ഇവരെ വിളിച്ചിരുത്തി ഈ വിഷയം പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. 2 പരിഹാരങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ കുട്ടിക്ക് സ്കൂളിൻ്റെ യൂണിഫോമിന് അനുയോജ്യമായ ആ ശിരോവസ്ത്രം കൂടി ഇടാനുള്ള അനുമതി കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂൾ പറയുന്നത് പോലെ, സ്കൂൾ ചിലപ്പം പേടിച്ച് കാണും, 2 ദിവസം അടച്ചിടേണ്ടി വന്നു, അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് അസഭ്യം കേൾക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ വന്നുകൊണ്ട് സ്കൂൾ പേടിച്ചു പോയി കാണും. ഇതേപോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛനും പേടിച്ചു പോയി കാണും. കാര്യം ഒരുപാട് ആൾക്കാർ, അവരൊന്നും സാധാരണക്കാരാണല്ലോ, പെട്ടെന്ന് ഇത്രയും വലിയ ജനശ്രദ്ധ വരുന്നു, അതൊരു വിവാദ വിഷയമാകുമോ, അത് പരസ്പര സ്പർദ്ധയാകുമോ എന്ന് പറയുന്നു. അവിടെ മുജീബ് റഹ്മാൻജിയോട് എനിക്ക് വളരെ റെസ്പെക്ട്ഫുള്ളി പറയാനുള്ളത്, ന്യൂസ് 18 അടക്കമുള്ള ചാനലുകൾ ഇത് ഹൈലൈറ്റ് ചെയ്താലല്ലേ നമുക്കൊരു സമവായം ഉണ്ടാക്കാൻ പറ്റും. ഈ സമവായം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിയേണ്ട ഒരു സമവായമല്ലേ. അപ്പം നമ്മളിത് ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നത്. പക്ഷേ രഹസ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ മാത്രം ആവശ്യമായിരിക്കില്ല, അതിന് പിന്നിലുള്ള ചില ശക്തികളുണ്ടല്ലോ, ഈ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. അതാണ് പറഞ്ഞത്. SDPയുടെ സാന്നിധ്യം ഇക്കാര്യത്തിലുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. അത് പറയുവാൻ കോൺഗ്രസ് ഒക്കെ പഠിക്കുകയാണ് എന്നേ ഉള്ളൂ.
ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുറാൻ 41:34 റോമൻസിലും, അതായത് ബൈബിളിന്റെ ഭാഗമായി മറ്റും പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ഈ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് വെച്ച് നമുക്ക് പരിഹരിക്കണം. അപ്പൊ 2 പരിഹാരങ്ങളാണ്. ഒന്നെങ്കിൽ സ്കൂൾ അനുവദിക്കുക, ശിരോവസ്ത്രം യൂണിഫോമിനോട് ചേർന്നൊരു കാര്യം. അല്ലെങ്കിൽ ഈ ഹിജാബ് ധരിക്കില്ല എന്ന് എഴുതി ഒപ്പിടുക എന്നുള്ളതല്ല, സ്കൂൾ യൂണിഫോമിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു കാര്യം അവർ കൊണ്ടുവരിക. 2, നാളെ ആ സ്കൂളിൽ ഒരു കുട്ടിക്ക് മറ്റൊരു പരിപാടിക്ക് പോകുന്നു, സ്കൂളിന്റെ കലോത്സവത്തിന് പോകുന്നു, അവിടെ ഒക്കെ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പോവാം, ആരും എതിർക്കാൻ പോകുന്നില്ല. കാര്യം യൂണിഫോമിന്റെ ഭാഗമല്ലാത്തൊരു കാര്യം അവിടെ ധരിച്ചുകൊണ്ട് വരുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. ഉദാഹരണം, നാളെ ഈ സ്കൂളിൽ ഒരു സ്കൂൾ ഫെസ്റ്റിവൽ നടക്കുകയാണ്, കുട്ടിയും അച്ഛനും അമ്മയും കൂടെ ഒക്കെ പോകുന്നു, ഏത് ഡ്രസ്സും ധരിച്ചാൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതൊരു ഈഗോ ബാറ്റിലായിട്ട് എടുക്കരുത്. നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ ഇതൊരു സ്പർദ്ധാ വിഷയമായിട്ടോ ഇതൊരു മത്സര ഇനമല്ല, ഇതിലൊരു കോമ്പറ്റീഷനോ ഗപ്പോ ഇല്ല. മോഹൻലാലിനെ ഓർത്തുകൊണ്ട് പറഞ്ഞാൽ ഇതൊരു വടംവലി മത്സരമല്ല. 2 സൈഡിൽ നിന്നും എല്ലാ താല്പര്യമുള്ള തീവ്ര താല്പര്യമുള്ള പലരും വടം വലിക്കും. ഓർക്കുക, നഷ്ടം നമുക്ക് മാത്രമാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും തീവ്ര കാസാക്കാർക്കും ഒക്കെ സന്തോഷവും ലാഭമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പൊതുസമൂഹത്തിനാണ് നഷ്ടം. ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ക്രൈസ്തവ മാനേജ്മെന്റുകൾ, ക്രൈസ്തവ സമുദായം ഇത്ര കണ്ട് ആശങ്കപ്പെടുന്നതിനുള്ള കാരണം താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഒരു കുട്ടി ഹിജാബ് ധരിച്ച് വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എങ്ങനെ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ വരുന്നു? അതെന്താണ് അവർക്ക് സംശയമുണ്ടാക്കുന്ന ഘടകം? ആരുമില്ല ഇതിന് പിന്നിൽ എന്നും ആ കുടുംബത്തിൻ്റെ ഒരു ആവശ്യം മാത്രമാണ് എന്ന് പറയുന്നതും നിഷ്കളങ്കമായി അംഗീകരിക്കാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കാതെ വരുന്നു? നോക്കൂ മഞ്ജുഷേ, ഒന്നാമത്തെ കാര്യം, ഈ കുട്ടി ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ അവിടെ പോകുന്നതാണ്. ഇത് ഒക്ടോബർ മാസം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ പകുതിയായി. ഇത്രയും നാൾ ആ കുട്ടി ആ സ്കൂളിലെ യൂണിഫോം നിഷ്കർഷ അനുസരിച്ച് അങ്ങനെയായിരുന്നു പോയിരുന്നു. ആ കുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം ഈ 4 മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരാഗ്രഹം വന്നു, മതബോധം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. മറ്റൊന്ന്, ആ സ്കൂളിൽ ഈ കുട്ടി മാത്രമല്ല മുസ്ലിമായിട്ടുള്ള പെൺകുട്ടി. ഞാൻ മനസ്സിലാക്കിയതിടത്തോളം 100-ലധികം കുട്ടികൾ ആ സ്കൂളിൽ, മുസ്ലിം കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ എത്രയോ കാലമായി 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു സ്കൂളാണ്. അത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് ഇതിനെ എത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയാത്തത്. ഇനി ഞാൻ ഇതിനെ വേറൊരു ആംഗിളിലും കൂടെയാണ് നോക്കിക്കാണുന്നത് മഞ്ജുഷേ. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിം സമൂഹത്തെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. ഞാൻ സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അന്നന്നത്തെ ജോലി ചെയ്ത് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യം. ആ സമൂഹത്തിന്റെ ഇടയിൽ, അങ്ങനെയുള്ളവരുടെ ഇടയിൽ വളരെ വലിയ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ദൃശ്യമാകുന്നു. കുട്ടികളെ പഠിപ്പിക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് കരിയർ വേണം, ജോലി വേണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അതുപോലെ അവർക്ക് ഈ 15, 16, 17 വയസ്സിൽ എത്രയും പെട്ടെന്ന് അവരെ കെട്ടിച്ചു വിട്ട് ഭാരം ഒഴിവാക്കുക, അങ്ങനെയുള്ള ചിന്താഗതി എല്ലാം മാറി ഈ വിദ്യാഭ്യാസത്തിനോടും ഈ നമ്മുടെ ഈ വികസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരവസ്ഥ കാര്യത്തിനെ പറ്റിയൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വളരെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു അവയർനെസ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. സത്യത്തിൽ ഇതാണ് ഈ മതമൗലികവാദികളുടെ, ഈ പറഞ്ഞ SDPIയുടെയും ഇങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ ആശങ്കയാണ്. കാര്യം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭയവും ആശങ്കയും ആണ് ഇവരുടെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം. സംഘപരിവാറെല്ലാം കൂടെ ഞങ്ങളെ ഇവിടുന്ന് കൊല്ലാൻ വരുന്നു, ഇവിടുത്തെ പൗരത്വം ഇല്ലാതാക്കാൻ പോകുന്നു, ഇവിടെ വംശഹത്യ നടത്താൻ പോകുന്നു, കൊല്ലാൻ വരുന്നു, തിന്നാൻ വരുന്നു, ഇങ്ങനെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കി ആ ഒരു ഭീതിയുടെ നിഴലിൽ ആ ഒരു എൻ്റെ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന വൃത്തികെട്ട മത നേതൃത്വവും അവരുടെ ഇടയിലെ ഈ SDPI പോലുള്ള തീവ്രവാദി സംഘടനകളും നിലനിൽക്കുന്നത് തന്നെ. അവരുടെ മനസ്സിൽ ആ ഭീതി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതായി കൂടുതൽ ആ ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ മാറിയാൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്
അതിനു വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ വളരെ ആസൂത്രിതമാണ്, വളരെ ഇനിയിപ്പോ നോക്കൂ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കൂ. ഇപ്പൊ ഈ കുട്ടി ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇനി ഒരു മുസ്ലിം കുട്ടിക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ, ക്രിസ്ത്യൻ മാനേജ്മെന്റോ മറ്റേത് മാനേജ്മെന്റ് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വരുമ്പോൾ അവർ 10 വട്ടം ചിന്തിക്കും. ഈ സ്കൂളിന്റെ അനുഭവം മുമ്പിൽ നിൽക്കും. ഒരു മുസ്ലിമിന് ജോലി കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാപനത്തിന്റെ മേധാവികൾ പലവട്ടം ആലോചിക്കും. ഇതാണ് അവർക്ക് വേണ്ടത്. ഒരു മുസ്ലിമിന് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ വരുമ്പോൾ കഴിയുന്നത്ര അത് ചെയ്യാതിരിക്കുന്ന ഒരു മനോഭാവം സഹോദര സമൂഹങ്ങളിൽ ഉണ്ടാകും. അത് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ സമൂഹം കൂടുതൽ ഒറ്റപ്പെടാൻ സഹായിക്കുക. ആ ഒറ്റപ്പെടലിലാണ് ഇവരുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടാകുന്നത്. അതാണ് ഇതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു സംഭവം അല്ല. ഇതിപ്പോ 2-3 ദിവസം കൊണ്ട് ഇതങ്ങ് കഴിയും. ആ കുട്ടി സ്കൂളിൽ പോകും, അവരത് അനുസരിച്ചു അതൊക്കെ അങ്ങോട്ട് പോകും. പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഇളക്കി വിട്ടിരിക്കുന്ന, തിരികൊളുത്തി വിട്ടിരിക്കുന്ന ഒരു വലിയ ആശങ്ക. ആ ആശങ്ക ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം അവർ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ 4 മാസം ഈ പ്രശ്നം ഉണ്ടായില്ല? എന്തുകൊണ്ട് മറ്റു കുട്ടികൾക്ക് അവിടെ പ്രശ്നമുണ്ടായില്ല? എത്രയോ കാലമായി അവിടെ മുസ്ലിം കുട്ടികളടക്കം ആ സ്കൂളിൽ പഠിക്കുന്നു. ഇത്രയും കാലം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ കൃത്യമായി ഒരു വീക്ക് പോയിന്റ് ഒരു സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരിൽ ഒരു ആശങ്ക കുത്തിവെച്ച് ഈ രീതിയിൽ അവർക്ക് ചെയ്യാൻ ഇപ്പൊ സാധിച്ചു. ആ സാധിച്ചതിന് അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എന്താണോ അവർ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നടന്നിട്ടുണ്ട്. അതിന് ഇവിടുത്തെ ആഭാസ മന്ത്രി എന്ന് അയാളെ പറയാൻ പറ്റുള്ളൂ. വൃത്തികെട്ടത് ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന മാതിരി ഈ രീതിയിലുള്ള പ്രസ്താവനയും കൂടെ സമീപനവും കൂടെ എടുത്തു. ഇതെല്ലാം കൂടെ ചേർന്ന് സത്യത്തിൽ നമ്മൾ ലജ്ജിക്കണം മഞ്ജുഷേ. പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്, പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ ഇത്രയധികം വർഗീയ ചേരിതിരിവ്. ഇപ്പൊ രാഹുൽ ഈശ്വർ ഇവിടുത്തെ മഹത്തായ മതേതരത്വ പാരമ്പര്യത്തിനെ പറ്റി പറഞ്ഞു. ഒരു മണ്ണാം കട്ടയുമില്ല, ഒന്നുമില്ല ഇവിടെ ഇത്രയധികം മതവർഗീയ ചേരിതിരിവും ചിന്താഗതികളുമുള്ള ഒരു സംസ്ഥാനം കേരളം പോലെ വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ പറയല്ലേ? മതസൗഹാർദ്ദത്തോടു കൂടി തന്നെ ജീവിക്കുന്നവരാണ്. അല്ലല്ല, അങ്ങനെ ആത്മരോഷം കൊണ്ട് പറയുന്നതാണ് മഞ്ജുഷേ. ഞാനും കൂടെ ജീവിക്കുന്ന കേരള സമൂഹമാണിത്. മഞ്ജുഷേ, ഈ പറയുന്ന പോലെ ഒരു സാമൂഹിക ജീവി എന്ന എനിക്കുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം. ഒരു വരി പറഞ്ഞോട്ടെ. ഷാബു പ്രസാദ് ആത്മരോഷത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആരുടെയും പശുവിന്റെ പേര് തല്ലിക്കൊല്ലാറില്ല. നമ്മുടെ നാട്ടിൽ കന്യാസ്ത്രീമാര് വെളിയിറങ്ങിയ നമ്മൾ പോയി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആളെ തല്ലിക്കൊന്നിട്ടുണ്ട്. ഒരു ആദിവാസിയെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തല്ലിക്കൊന്നിട്ടുണ്ട്. ഇത്തിരി ഭക്ഷണം മോഷ്ടിച്ചുകൊണ്ട് ഒരു ആദിവാസിയെ തല്ലിക്കൊന്ന നാടായത്. ഒരു അധ്യാപകന്റെ കയ്യും കാലും വെട്ടിയെരിഞ്ഞ നാടായത്. കൂടുതൽ വർത്തമാനം പറയരുത്. ആ മധുവിന് 1.5 ലക്ഷം രൂപ നൂറിലധികം പേരെ ഐഎസിലേക്ക് റിക്രൂട്ട് ചെയ്ത നാടായത്. നൂറിലധികം പേരെ ഇന്ത്യയിലെ ഏറ്റവും അധികം ഐഎസിലേക്ക് റിക്രൂട്ട് ചെയ്തതിൽ 2ാം സ്ഥാനമുള്ള നാടായത് കേരളം. അതുകൊണ്ട് അങ്ങനത്തെ വർത്തമാനം പറയരുത്. എനിക്ക് സൗണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫിൻലാൻഡിൽ ഒരു പ്രോഗ്രാം ഇരിക്കുകയാണ്. എനിക്ക് 1 മിനിറ്റ് മതി. മധുവിന് ആദ്യമായിട്ട് 1.5 ലക്ഷം രൂപ എത്തിച്ചത് ഞാനാണ്. അതുകൊണ്ട് മധുവിന്റെ കാര്യവും മധുവിന്റെ വീട്ടിലെ കാര്യവും എനിക്കറിയാം. 2, നമ്മുടെ കേരളം, നമ്മുടെ നാടിന്റെ അഭിമാനം. അതുകൊണ്ടാണ് സാർ പറഞ്ഞോട്ടെ. പെൺകുട്ടികളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ആ കേസ് എന്തുമെത്താത്ത നാടായത്. സാർ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ശ്രീ രാംനാഥ് കോവിന്ദ് ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രസിഡന്റ് പോലും നമ്മുടെ നാട്ടിൽ വന്ന് കേരളം മതസൗഹാർദ്ദത്തിന് ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇഷ്യൂസ് ഉണ്ടാകാം, പക്ഷെ കേരളത്തെ നമ്മൾ അപമാനിക്കേണ്ട. ആത്മരോഷത്തോട് യോജിക്കുന്നു, നമുക്ക് ആത്മരോഷം ഉണ്ടാകും. പക്ഷെ നമ്മുടെ മുസ്ലിം സഹോദരൻ
ഇതൊരു സമവായം കണ്ടെത്തണം. എനിക്കത് ഉൾക്കൊണ്ട് പറഞ്ഞുകൂടെ? നമ്മൾ ബാക്കി സംസ്ഥാനങ്ങളെ നോക്കിയാൽ എത്രമാത്രം പ്രശ്നമുണ്ടല്ലേ. അതുകൊണ്ടാണ് പാമ്പ്ലാനി പിതാവൊക്കെ ഇന്നലെ കൂടെ പറഞ്ഞത്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് കൂടി പറഞ്ഞത്, വെളിയിലൊന്നും തിരുവസ്ത്രമിട്ട് ഇറങ്ങി നടക്കാൻ പോലും പറ്റൂല. ഓർക്കണം, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പള്ളിയിലച്ഛൻ വരുന്നത് കണ്ടാൽ നമ്മൾ പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. ബാക്കി സംശയം ഉണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജിക്ക് പോണ്ടി വന്നു അവരെ അവിടെ നിറക്കാൻ. അതുകൊണ്ട് ബാക്കിയുള്ള പല കാര്യങ്ങളെക്കാട്ടി മതസൗഹാർദ്ദത്തിന് നമ്മൾ മുന്നിലാണ്. നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളും കൂടി ശരി രാഹുൽ. ഫാദർ ജോഷി ബയ്യാറ്റിൽ, രാഹുൽ ഈശ്വർ ഒരു സമവായത്തിന്റെ ആളാണ്. അത് ബാലൻസിംഗിലൂടെ അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുക്കാറുള്ളൂ. ഫാദർ ജോഷി ബയ്യാറ്റിൽ, ആ സമവായം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നാണ്? മഞ്ജുഷ, ഞാൻ അതിനു മുമ്പ് നമ്മുടെ ശ്രീ മുജീബ് റഹ്മാൻ പറഞ്ഞ ഒരു കാര്യം തിരുത്തി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ മാനേജ്മെന്റ് കുട്ടിയെ പുറത്താക്കി എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തി. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രയോഗമാണ്. കുട്ടിയെ ആരാണ് പുറത്താക്കി? ഇങ്ങനെയുള്ള ന്യൂസാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് ആദ്യം പോയത്. അല്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിലും അല്ലെ, മന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ടിലും പുറത്തു നിർത്തി എന്നുണ്ടായിരുന്നു അല്ലെ, മന്ത്രി പറഞ്ഞിരുന്നു. പുറത്തു നിർത്തി, അത് സത്യമല്ലല്ലോ. അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് ഫുട്ടേജ് വരെ ഉണ്ടല്ലോ. അപ്പോ ഈ ഇല്ലാ വചനങ്ങൾ പറയുന്നത് ഒഴിവാക്കുക. ഒന്ന്, പുറത്താക്കി എന്നുള്ള ആ പ്രയോഗം തെറ്റാണ്, അത് മാറ്റേണ്ടതുണ്ട്. പിന്നെ ഈ പെൺകുട്ടി തലമറയ്ക്കുന്ന കാര്യം, ഇവിടെ സമവായം തീർച്ചയായിട്ടും രാഹുൽ ഈശ്വര് പറഞ്ഞ ആ കാര്യം ആ കുട്ടിയുടെ പിതാവ് അനസ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. അദ്ദേഹത്തിന്റെ അങ്ങനെയെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. 2, സമവായത്തിലേക്ക് ഉള്ള കാര്യം ഈശ്വർ രാഹുൽ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയല്ലേ സമവായം. പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞ ആ 2 സാധ്യതകൾ, അതായത് ഒന്ന്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹെഡിങ് ശ്രദ്ധേയമായിരുന്നു. എല്ലാ മാധ്യമങ്ങളും കൊടുത്ത ഹെഡിങ് വളരെ രസകരമായിരുന്നു. അതായത് ഹിജാബ് ധരിക്കില്ല, സ്കൂളിൽ ഹിജാബ് ധരിക്കില്ല എന്ന് സമ്മതപത്രം എഴുതി കൊടുത്താൽ സമ്മതിക്കാം എന്ന് മാനേജ്മെന്റ്. ഈ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ടൈറ്റില് നിങ്ങൾ കൊടുത്തത് എന്തുകൊണ്ടാണ്? മാനേജ്മെന്റ് നിങ്ങളോട് ആരോടാണ് അങ്ങനെ പറഞ്ഞത്? ഹിജാബ് ധരിക്കില്ല എന്ന് സമ്മതപത്രം എഴുതി കൊടുത്താൽ സത്യത്തിൽ മീഡിയയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നേരത്തെ സ്കൂൾ യൂണിഫോമിനുള്ളിൽ തന്നെ അല്ലെ, സ്കൂൾ യൂണിഫോം പാലിക്കണം എന്നുള്ള സമ്മതപത്രം, അതല്ലേ ഉദ്ദേശിച്ചത്? വിഷയം ഇത്രേ ഉള്ളൂ. അതായത് വിഷയം ഇത്രേ ഉള്ളൂ, സ്കൂളിന്റെ യൂണിഫോം. ആ കുട്ടിയുടെ പിതാവ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ മാനേജ്മെന്റ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഹിജാബ് ഇല്ലാതെ കുട്ടിയെ പഠിപ്പിക്കാമെന്ന് എഴുതി തന്നാൽ മാത്രമേ കുട്ടിയെ സ്കൂളിൽ തുടരാൻ അനുവദിക്കുകയുള്ളൂ എന്ന് കുട്ടിയുടെ പിതാവ് അനസ് ഇന്നലെ സൂചിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. മാനേജ്മെന്റ് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. അതായത് സ്കൂളിലെ യൂണിഫോം പാലിക്കണമെന്ന് പറയുമ്പോൾ ഹിജാബ് ധരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇനി എനിക്ക് വിട്ടുതരിക പ്ലീസ്. എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലീസ് എന്റെ സമയം ഹിജാബ് ധരിച്ചു പോകുന്നതിൽ ആ സ്കൂളിന് വിരോധമില്ലെങ്കിൽ ഞാൻ വഴങ്ങി. ഇനി എന്റെ സമയമാണ്, എനിക്ക് തരിക. അപ്പോ ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമുള്ളത്, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ സമവായത്തിന്റെ വിഷയം. സ്കൂൾ മാനേജ്മെന്റ് എപ്പോഴും തുടക്കം മുതൽ ഈ നിമിഷം വരെ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നേയുള്ളൂ. അതായത് സ്കൂളിൽ എല്ലാവർക്കും ബാധകമായ യൂണിഫോം കൃത്യമായി സ്കൂൾ ഡയറിയിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുടി 2ആയി പിന്നിട്ട് എന്ന് തന്നെ കൃത്യം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ ആ രീതിയിൽ വരണമെന്നർത്ഥം. ഇത് പറയുമ്പോൾ ഈ പറയുന്ന ഹിജാബിന്റെ എങ്ങനെയെങ്കിലും ഹിജാബ് അടിച്ചേൽപ്പിക്കണ ഹിജാബ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. 11 സ്കൂളുകൾ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് ഓർക്കണം. 11 സ്കൂളുകൾ 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലുള്ള
ആ സ്ഥലമാണിത്, അതിലൊരു സ്കൂളാണിത്. ഈ സ്കൂളിൽ ഇത് അവിടുത്തെ യൂണിഫോം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് വന്ന് പറയുന്നത് ഹിജാബ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഹിജാബ് എന്നുള്ള കൺസെപ്റ്റ് അങ്ങോട്ട് വിട്ടേ. നാളെ ഒരു കുട്ടി അകാരണമായി തൊപ്പിയും വെച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു പെൺകുട്ടി നാളെ അകാരണമായി തൊപ്പിയും വെച്ച് വരുന്നു, ആ ഹിജാബ് എന്നുള്ള കൺസെപ്റ്റ് അങ്ങോട്ട് വിടുക. തൊപ്പിയും വെച്ച് പെൺകുട്ടി വരുന്നു, അപ്പോ ഇവര് അനുവദിക്കേണ്ടി വരുമോ? ഇങ്ങനെ നമ്മള് ഹിജാബ് 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 എന്നുള്ളത് ഒരൊറ്റ ഒരു കണ്ണിലൂടെ മാത്രമല്ല കാര്യങ്ങൾ കാണേണ്ടത്. ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സമത്വത്തിന്റെയും എല്ലാവരും തമ്മിലുള്ള ഐക്യത്തിന്റെയും ഒന്നിപ്പിന്റെയും ഒക്കെ ഒരു അതുപോലെ അച്ചടക്കത്തിന്റെയും എല്ലാം ഒരു സിമ്പൽ അല്ലേ യൂണിഫോം എന്ന് പറയുന്നത്. അവിടെ ഹിജാബ് ഒരാള്, തൊപ്പി ഒരാള്, വേറൊരാള് വേറെ സംഗതി കുത്തി വരുന്നു, അല്ലെങ്കിൽ പക്ഷേ ഫാദർ ജോഷി മയ്യാറ്റിൽ ഇങ്ങനെ യൂണിഫോം റൂളൊക്കെ ഉള്ള സ്കൂളുകളിൽ പോലും പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അതൊരു വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ വരാം, അത് തടയണ്ടല്ലോ എന്ന് കരുതി ഒരുപാട് സ്കൂളുകളിൽ തട്ടമിട്ട് വരുന്നുണ്ടല്ലോ. അതിന് എതിർക്കാറുമില്ല, നമ്മൾ കാണുന്നതാണ്, പല സ്കൂളുകളിലും വരുന്നുണ്ട്. പക്ഷേ ഈ സ്കൂളിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ബോധ്യം ഉണ്ടാകുന്നു? അതിനൊരു കാരണമുണ്ടാകുമല്ലോ എന്തുകൊണ്ട്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം യൂണിഫോമിൽ ഹിജാബ് ഇടാവുന്നതേ ഉള്ളൂ. രണ്ട്, ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകൾ, അത് പ്രൈവറ്റ് പേഴ്സൺസ് നടത്തുന്നതാണെങ്കിൽ തന്നെയും അവിടെ ഹിജാബ് അനുവദിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒരു എയ്ഡഡ് സ്കൂൾ അല്ലാത്ത ഒന്നിൽ അവിടുത്തെ യൂണിഫോം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ മാനേജ്മെന്റിനുണ്ട്. അതുകൊണ്ട് 30 വർഷമായി ആ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഇപ്പോൾ മാറ്റേണ്ട എന്ത് സാഹചര്യമാണ് നിലവിലുള്ളത്? ഇനി ഒരു കാര്യം പറയാം, ഇപ്പോ ഈ പറയുന്ന ഹിജാബിന്റെ കാര്യമായിട്ട് ഹിജാബിന്റെ കാര്യമായിട്ട് കുറെ പേര് വരുന്നു. ഇനി അടുത്തത് വരുമ്പോൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചു നാൾ മുമ്പേ ഉണ്ടായുള്ളൂ നിസ്കാര മുറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായ ബഹളം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോ ഇത് നമ്മൾ കാണേണ്ടത്, ഇത് നമ്മുടെ സാമൂഹിക സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ഛിദ്രശക്തികൾ ഈ വിദ്യാലയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സെയിന്റ് റീത്താസ് സ്കൂൾ എന്നല്ലേ അതിന്റെ പേര് തന്നെ, സെയിന്റ് റീത്താസ് സ്കൂൾ. അതൊരു മൈനോറിറ്റി, ആർട്ടിക്കിൾ 30 അനുസരിച്ച് നടത്തപ്പെടുന്ന ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സെയിന്റ് റീത്താസ് സ്കൂളിന് അതിൻ്റെതായ നിഷ്കർഷ പാലിക്കാൻ ഇപ്പോൾ ഈ 2025 ഒക്ടോബർ 7-ാം തീയതി, 8-ാം തീയതി, 10-ാം തീയതി ആരുടെയോ പ്രേരണ കൊണ്ട്, അത് ആരൊക്കെയാണെന്ന് കൃത്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോ എന്തുകൊണ്ടാണ് പിന്മാറണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ക്രൈസ്തവ മാനേജ്മെന്റുകൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഭയക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വരുന്നുവെന്ന്. അതാണല്ലോ, അത് തുറന്നു പറഞ്ഞാൽ മതിയല്ലോ, അതാണല്ലോ കാര്യം. ഇനി പൊളിറ്റിക്കൽ ഇസ്ലാം മാത്രമല്ലല്ലോ, ആർക്കും കടന്നു വരാമല്ലോ. ഒരു യൂണിഫോമിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം സാർ, ഒരു 30 സെക്കൻഡ്. ഞാൻ നേരത്തെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. ജനം ചാനലിന്റെ അതേ രീതിയിലേക്ക് ന്യൂസ് 18 തരം താണു എന്ന് പറഞ്ഞത് ആങ്കർ പറയുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആങ്കറെ സംസാരിക്കുന്നു. SDP-യുടെ പേര് പറയാൻ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഫാദർ തിരുത്തട്ടെ? വളരെ കറക്റ്റാണ്, മഞ്ജുഷ് പറയുന്നത് വളരെ കറക്റ്റാണ്. ഇത് കൂടുതൽ വായിക്കണമെങ്കിൽ ദൈവത്തിന്റെ രാഷ്ട്രീയം വായിച്ചാൽ മതി. ഒരു മുസ്ലിം തന്നെയായ ആ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്ന അറിയാമല്ലോ, ദൈവത്തിന്റെ രാഷ്ട്രീയം. ആ പുസ്തകം വായിക്കുക, അതല്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ പുസ്തകം വായിക്കുക. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല എന്ന് പറയാൻ ഇപ്പൊ കുറെ പേര് ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയല്ല എന്ന് വ്യക്തവുമാണ്. ശരി, ശ്രീ മുജീബ് റഹ്മാൻ,
ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുള്ള ഈ ആശങ്ക അതുകൊണ്ട് കൂടി തന്നെയാണല്ലോ കല്ലറങ്ങാട് പിതാവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ പാലായിൽ യോഗം ചേർന്നതും ഒരു സമിതിയെ രൂപീകരിക്കാനും അവർ, ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കൂ, സമിതിയെ രൂപീകരിക്കാനും തീരുമാനിച്ചത് എന്തുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കടന്നുകയറ്റം ഉണ്ടാകുന്നുവെന്ന് അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് നിങ്ങളാണ്. മുജീബ് കേട്ടില്ലേ? എൻ്റെ അടുത്താണ്, സോറി. അതെ സൂചിപ്പിക്കട്ടെ. നേരത്തെ നമ്മുടെ ഫാദർ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള സെന്റ് റീത്താസ് സ്കൂളിലെ നിയമാവലി അനുസരിച്ചുകൊണ്ട് അവിടെ ഒരു മുസ്ലിം കുട്ടിക്ക് തലയിൽ തട്ടനിട്ട് സ്കൂളിലേക്ക് വരാൻ കഴിയില്ല. അത് അവിടുത്തെ യൂണിഫോമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ സ്കൂളിലെ യൂണിഫോം അതേ കളറിൽ ആ കുട്ടി ഇട്ടിട്ടുണ്ട്, അതേ വസ്ത്രം ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ അതേ കളറിലുള്ള അതേ യൂണിഫോമിൻ്റെ മുകളിൽ ആ തല മറച്ചു എന്നുള്ളത് മാത്രമാണ്. യൂണിഫോമിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയതായിട്ട് അതിൻ്റെ രക്ഷകർത്താക്കളോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈവ് വീഡിയോ നമ്മൾ കണ്ടു. ആ കുട്ടി വേറെ ഏതെങ്കിലും ഒരു പർദ്ദയോ ഒരു കറുത്ത വസ്ത്രമോ അതില്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗൺ കളറുള്ള വസ്ത്രമോ അല്ല, സ്കൂളിലെ യൂണിഫോം തൊട്ട് അതിൻ്റെ കൂടെ ഒരു തലയിൽ തട്ടനിട്ടു എന്നുള്ളതാണ് ആ കുട്ടി ചെയ്തിട്ടുള്ള തെറ്റ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരു കുട്ടിക്ക്, ഒരു മുസ്ലിമായ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ആ കുട്ടിക്ക് ഇസ്ലാമികമായിട്ടുള്ള അവൻ്റെ മതവിധി അനുസരിച്ച് കൊണ്ട് ജീവിക്കണമെങ്കിൽ അത് ക്രൈസ്തവ സ്ഥാപനമായിട്ടുള്ള ഈ സ്കൂളിൽ കഴിയില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് മാറി നിങ്ങൾക്ക് അങ്ങനെ ഈ തലയിൽ തട്ടിനിടാൻ പോകുന്ന മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകണം. നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു, അങ്ങനെ പാലയിൽ നടന്ന നിസ്കരിക്കാനുള്ള മുറി ചോദിക്കുന്ന വിഷയം ഞാൻ ചോദിക്കട്ടെ. അത് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളിൽ ക്രൈസ്തവ സഭയ്ക്ക് അവിടെ വിഗ്രഹാരാധന, യേശുവിനെ പ്രാർത്ഥിക്കുവാനുള്ള പള്ളി പണിയാം, അവിടെ ആരാധിക്കാം. അതിനൊരിക്കലും ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വരുന്ന ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾക്ക് അവിടെ മുട്ടുകുത്തി ദ്രോഹിക്കലാണ്. പ്ലീസ് പിൻവലിക്കുക. യേശു സോറി ഞങ്ങളുടെ യേശുവിന്റെ മുന്നിൽ അത് അങ്ങനെ അനാവശ്യമായിട്ടൊരു ചർച്ച ഉണ്ടാക്കല്ലേ. യേശുവിൻ്റെ ആ രൂപം, അത് തന്നെയാണ് ഞങ്ങൾ വിഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ യേശുവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളിൽ ആ സ്വരൂപത്തിൻ്റെ ആ രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അത് അങ്ങനെയല്ല, അവിടെ രൂപം വെച്ചിട്ടില്ല എങ്കിൽ ശരിയായിരിക്കാം, എനിക്കറിയില്ല. പള്ളികളിലോ അല്ലെങ്കിൽ കപ്പകളിലോ ആ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന ഈ പറയപ്പെടുന്ന സ്കൂളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ ഇടപെടാതെ പറ്റില്ല. കാരണം യേശുവിന്റെ രൂപത്തിന്റെ, യേശുവിന്റെ കന്യാമറിയത്തിന്റെ, യേശുവിന്റെയും കന്യാമറിയത്തിന്റെയും രൂപത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ പള്ളികളിലും കപ്പകളിലും കണ്ടിട്ടുള്ളത്. അത് അടിസ്ഥാനരഹിതമാണെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെയുള്ള പ്രാർത്ഥന നടക്കുന്ന ആ വിദ്യാലയങ്ങളിൽ ഏത് രീതിയിലാവട്ടെ, ഒരു ക്രൈസ്തവ രീതിയിലുള്ള പ്രാർത്ഥന കുട്ടിക്കോ, ഞാനിപ്പോൾ അങ്ങനെ രൂപമില്ല വിഗ്രഹമില്ല അങ്ങനെ ആയിരിക്കാം, ആ ക്രൈസ്തവ രൂപത്തിലുള്ള പ്രാർത്ഥന നിങ്ങൾ ഈ പറഞ്ഞ സെന്റ് പീറ്റേഴ്സ് എന്ന ആ സ്കൂളിൽ വരുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുമതിയുണ്ട്. പക്ഷേ മുസ്ലിമായ ഒരു കുട്ടിക്ക് ആ സ്കൂളിൻ്റെ, ഞാൻ ആ വിഷയം മാറി പാലയിലേക്ക് പോകുകയല്ല, ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു തോർത്തുമുണ്ടിട്ട് നിസ്കരിക്കാനുള്ള അനുമതിയില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിസ്കരിക്കില്ല, ഞങ്ങളുടെ കുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് ക്രൈസ്തവരായ കുട്ടികൾക്ക് അവിടെ പ്രാർത്ഥിക്കാം. ക്രൈസ്തവരായ കുട്ടികൾക്ക് പക്ഷേ മുസ്ലിം കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് സാർ പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിയമാവലി ഇതാണ്, നിങ്ങൾക്ക് ഈ കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ മതേതരത്വവും മതസൗഹാർദ്ദവും ഐക്യമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ പറയപ്പെടുന്ന ഈ സ്കൂളിൽ നിങ്ങൾക്കറിയാം, ആ പള്ളുരുത്തിയിൽ 300, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചിലപ്പോൾ എണ്ണത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകാം, അതിൽ കയറി പിടിക്കരുത്, 300ഓളം വരുന്ന കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ആ പഠിക്കുന്നതിൽ 120ഓളം കുട്ടികൾ മുസ്ലിം കുട്ടികളാണ്. ആ പ്രദേശത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് 18 വിശ്വാസ്യതയെ ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സാമൂഹിക പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിൽഫ്രഡ് എന്ന് പറയുന്നൊരു, ഞാൻ പേര് മറന്നുപോയി, ആദ്യത്തെ ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹം ശുദ്ധ കളവാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആ പ്രദേശത്ത് ക്രൈസ്തവരും
ആ പ്രദേശത്ത് ക്രൈസ്തവരും ഹൈന്ദവരും മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ആസാമിലെ കഥ പറഞ്ഞതുപോലെ അവിടെ കടന്നുകൂടി വന്ന അവിടുത്തെ താമസക്കാരല്ലാത്ത ചില തീവ്ര മനോഭാവമുള്ള മതവിശ്വാസികൾ മുസ്ലിങ്ങളെ അവരവിടെ കടന്നു വന്ന് കുഴപ്പമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രദേശത്തുള്ള സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആ റെസിഡൻസ് അസോസിയേഷൻ്റെ അവസ്ഥ ഞാൻ ചോദിച്ചു. മഴവില്ല് എന്നാണ് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പേര്. ആ റെസിഡൻസ് അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ളത് 88 കുടുംബങ്ങളാണ്. ആ 88 കുടുംബങ്ങളിൽ ഞാൻ ജാതിയും മതവും തിരിച്ചു പറയല്ല കേട്ടോ ഇവിടെ സംസാരിച്ചു. ആ 88 കുടുംബങ്ങളിൽ 6 കുടുംബങ്ങൾ ക്രൈസ്തവരും 7 കുടുംബങ്ങളും. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം ക്രൈസ്തവർ, ഹൈന്ദവർ, മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് പറയുന്നൊരു വിഷമമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ഈ ചാനലിൽ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് ശുദ്ധ കളവ് സംസാരിക്കുന്ന അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനുമല്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകനുമല്ല, ആ പ്രദേശത്തെ ഏറ്റവും വർഗീയമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ മക്കളോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ചാനൽ ചർച്ചയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല കേട്ടോ. താങ്കൾക്ക് അദ്ദേഹവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അദ്ദേഹം ഇരിക്കുന്ന ഒരു ചർച്ചയിൽ പറയുക. സംസാരിച്ചപ്പോൾ അവിടെ വെച്ച് താങ്കളെ എതിർത്ത ഒരു കാര്യമാണ്. മീഡിയ വൺ പൊതുപ്രവർത്തകരെന്നുള്ള അടിക്കുറിപ്പ് കൊടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിരുത്തുമ്പോൾ അത് അങ്ങനെ പറയരുത്. അല്ലെ താങ്കൾക്ക് ഇഷ്ടമല്ല എന്ന് കരുതി അങ്ങനെ എല്ലാവരെയും ആ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. അല്ലെ താങ്കൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പട്ടിക തരൂ ആരെയൊക്കെ വിളിക്കണമെന്ന് താങ്കളുടെ ചർച്ച. അത് ശരിയല്ല മുജീബ്, അങ്ങനെ പറയുന്നത് ശരിയല്ല. താങ്കൾക്ക് ഒരാളുടെ നിലപാട് ഇഷ്ടമല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരെ പോലും അപമാനിക്കുന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള പരാമർശങ്ങൾ നിർത്തണം. അത് വേണ്ട, അത്തരത്തിലുള്ള പരാമർശം വേണ്ട. അദ്ദേഹം ഈ ചർച്ചയിൽ പോലുമില്ല, അദ്ദേഹത്തിന്റെ പേര് പോലും താങ്കൾക്ക് അറിയില്ല. തെറ്റിച്ചാണ് താങ്കൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ. താങ്കൾക്ക് പറയാനുള്ള അവസരമുണ്ട്. താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടപെട്ടുമില്ല. പക്ഷേ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ ഇടപെടേണ്ടി വരും. അത് ന്യൂസ് 18 ചാനലിന്റെ വിശ്വാസ്യതയെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. എല്ലാവരുടെയും നിലപാടുകൾ വരട്ടെന്നേ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞുവല്ലോ. ഒരേ അഭിപ്രായമുള്ളവരെയാണ് വിളിച്ചിരുന്നത്. അല്ല, ഈ ചർച്ചയിൽ തന്നെ രാഹുൽ താങ്കളുടെ നിലപാടാണ് പറഞ്ഞത്. കൃത്യമായ തെളിവ് ആ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബങ്ങളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അയച്ചുതരാം. ഞാനത് വിഷയം വിടുന്നു. ഞാൻ ഫാദർ പറഞ്ഞതിന് കണ്ടിട്ട് ഇപ്പോൾ ഫാദർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ പള്ളുരുത്തിയിലെ സ്കൂൾ മാത്രമല്ല ബാക്കിയുള്ള മുഴുവൻ സ്കൂളുകളിലും ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം കുട്ടികൾ മുസ്ലിം സ്ഥാപനത്തിൽ പഠിക്കണം. ക്രൈസ്തവ സ്ഥാപനത്തിൽ മുസ്ലിങ്ങൾ വരണ്ട. കാരണം അവിടെ വന്നാൽ നിങ്ങൾക്ക് നിസ്കരിക്കാനും പറ്റില്ല, തലയിൽ തട്ടിടാനും പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ ഒരു ക്യാമ്പയിനും ഇറക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ അങ്ങനെ ഒരു ക്യാമ്പയിനും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾ തന്നെ മുജീബ് റഹ്മാനും കൂട്ടർക്കും വേണ്ടത് ഇതാണ്. അതാണ് മുജീബ് റഹ്മാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ പോലും നിങ്ങൾ ഇറക്കുന്നുണ്ട് കേട്ടോ. ശരിയല്ല, അങ്ങനെയുള്ള ക്യാമ്പയിനുകൾ ഇറക്കുന്നു. ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു. മുസ്ലിം കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കരുത് എന്ന രീതിയിലുള്ള നിങ്ങളുടെ പ്രചാരണം അത് ശരിയല്ലത്. അങ്ങനെ നടത്തരുത്. കൃത്യമായി ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കുക, അകൽച്ച ഉണ്ടാക്കുക എന്ന ലൈനിലാണ് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല മുജീബ്, താങ്കൾ അല്ല അജണ്ട അതാണ് കേട്ടോ. കാരണം ഇതേ സമാന രീതിയിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ പഠിച്ചു വിടുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ശരിയല്ല. അത്തരത്തിലുള്ള അജണ്ടകൾ സ്വീകരിക്കരുത്. ശരി ഷാബു, അല്ല നേരത്തെ പറഞ്ഞു തന്നെ. ഇവിടെ എന്റെ ആദ്യത്തെ റൗണ്ടില് ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഈ മനുഷ്യൻ പറയാൻ തയ്യാറില്ല. 4 മാസം ഒരു പ്രശ്നവും ഇല്ലാതിരുന്നത് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ പൊട്ടിമുളച്ചു വന്നു എന്നുള്ളതിനെ പറ്റി ഇവർ പറയാൻ തയ്യാറല്ല. ആ സ്കൂളിൽ ധാരാളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടിയെ ക്ലാസ്സിൽ വിടുന്ന കാലം മുതൽ മതബോധമില്ലാത്തവരാണോ? ആ കുട്ടി തലയിൽ തട്ടനിട്ട് തന്നെയാണ് സ്കൂളിൽ വന്നിട്ടുള്ളത്. അത് 4 മാസം മതബോധമില്ലായിരുന്നോ? ഇതൊന്നും പറയാൻ അവർ തയ്യാറല്ല. ഇതൊന്നും അഡ്രസ് ചെയ്യാൻ, ഈ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാനും തയ്യാറല്ല. ഇവർക്ക് വേണ്ടത് സമൂഹത്തിൽ കൃത്യമായ സ്പർദ്ധ ഉണ്ടാക്കുക, അകൽച്ച ഉണ്ടാക്കുക. ആ ഒരു മുഴുവൻ സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒറ്റപ്പെടുത്തുക, എന്നിട്ട് അതിനകത്ത് അഭിനയിച്ച് ജീവിക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. 4 മാസം ഇട്ടില്ല, 4 മാസം കഴിഞ്ഞു, 4 മാസം ഉത്തരവിടാം. ഈ ചർച്ചയിലും അവരുടെ ആ അജണ്ട പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ ഏറ്റവും മതസൗഹാർദ്ദമുള്ള പ്രദേശമായിട്ടുള്ള
പ്രദേശം, ഇന്ത്യയിലെ ഏറ്റവും വർഗീയമായിട്ടുള്ള പ്രദേശമായി താങ്കൾ താമസിക്കുന്ന ഈ കേരളത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞെങ്കിൽ താങ്കളെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചും പറയാനില്ല. ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോള് ചേർന്ന് മതസൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന കേരളത്തെക്കുറിച്ച് കോഴിക്കോടുകാരനായ താങ്കൾ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും അപകടം പിടിച്ച സംസ്ഥാനം ഞാൻ താമസിക്കുന്ന മുസ്ലിം സ്കൂളിൽ ആ ലെവലിലുള്ള ചർച്ച ഓപ്പണായിട്ട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയമുണ്ട്, എനിക്ക് ആശങ്കയുണ്ട് എന്റെ നാടിനെ കുറിച്ച്. അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ സ്ഥിതിയെ പറ്റി എനിക്ക് ആശങ്കയുണ്ട്. ഇനി നാളെ സ്കൂളിൽ ചേർക്കാൻ നോക്കുമ്പോൾ ആ മാനേജ്മെന്റ് പല പ്രാവശ്യം ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങളാണ്. എനിക്ക് ആശങ്കയുണ്ട്. ഈ നാടിന്റെ നന്മയെ പറ്റി ചിന്തിക്കുന്ന എല്ലാവർക്കും ആശങ്ക തോന്നും. അത്ര വലിയ വിഷമാണ് നിങ്ങൾ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അത്ര വലിയ വിഷമാണ്. യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഈ 4 മാസം എവിടെയായിരുന്നു? ഈ 4 മാസം ഈ കുട്ടിക്ക് മതബോധം ഇല്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവിടെയുള്ള 100 കണക്കിന് കുട്ടികൾക്ക് മതബോധം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ കണ്ട കഴിഞ്ഞ 10-40 വർഷമായി കൃത്യമായ ഒരു യൂണിഫോം ചിട്ടയിൽ നടന്നു പോകുന്ന ആ സ്കൂളിൽ ഇക്കണ്ട കാലം മുഴുവനും പഠിച്ച കുട്ടികൾക്ക്, മുസ്ലിം കുട്ടികൾക്ക് മതബോധം ഇല്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ആരെയാണ് നിങ്ങൾ ഈ വിഡ്ഢികളാക്കുന്നത്? ആരെയാണ്? ഞാൻ ആശങ്കപ്പെടുന്നു എന്റെ നാടിനെ പറ്റി. എന്റെ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ടെൻഷനുണ്ട്, ആശങ്കയുണ്ട്, ഭയമുണ്ട്. ശരി ഷാബു. ഫാദർ ഒരു കാര്യം, ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിൻവലിക്കട്ടെ എന്ന രീതിയിലുള്ള സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒട്ടും ആശാവഹമായ കാര്യമല്ല അത്. അങ്ങനെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർ തന്നെയല്ലേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? ഫാദർ. മഞ്ജുഷ, ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഞാന് വേറൊരു കാര്യം കൂടി പറയാം. ഞാന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലം, എൻ്റെ സ്കൂൾ കാലം, അതുപോലെ ഹൈസ്കൂൾ കാലം, ഇവിടെയൊക്കെ ഞാൻ പഠിച്ച ഇടങ്ങള് അത് എയ്ഡഡ് സ്കൂളായിരുന്നു. അവിടെ എല്ലാവരും വളരെ ഒരു വ്യത്യാസമില്ലാതെ ഒരു സന്തോഷമായിട്ട് ജീവിച്ച് വളർന്നിരുന്ന കാലത്തിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ഒരു 45-40 വർഷമൊക്കെ കഴിഞ്ഞ് ഇപ്പോ നോക്കുമ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ എന്താണ് കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് ഈ കേരളത്തിൽ വളർന്നു വരുന്ന വലിയൊരു വർഗീയത. ഞാന് ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വർഗീയത മാത്രമല്ല, ഭീകരത, ഭയപ്പെടുത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭീഷണി എന്ന് പറഞ്ഞില്ലേ, ഈ ഭീഷണി എന്നുള്ളത് ഭീകരവാദമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭീതി ജനിപ്പിക്കുന്നതാണ് ഭീകരം. അപ്പോ വർഗീയത എന്നുള്ളത് അതിനേക്കാൾ കൂടിയതാണ് ഭീകരം. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥ ഇവിടെ ശക്തിപ്പെടുന്നു. ഇവിടുത്തെ നമുക്കറിയാമല്ലോ, ഇവിടെ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെന്നും അങ്ങനെ ഇവിടുത്തെ നാട്ടിലെ ഇനി എന്താണ് ഒത്തിരി കാര്യങ്ങള് ഇവിടെ ഈ ദിവസങ്ങളിൽ നടന്നില്ലേ? ഇവിടെ നിന്ന് തീവ്രവാദത്തിനായിട്ടും ഭീകരപ്രവർത്തനത്തിനായിട്ടും പോയി എന്ന് വരുന്നു. ഇതാണ് ഇവിടുത്തെ വിഷയം. അടിസ്ഥാനപരമായി നേരത്തെ മഞ്ജുഷ് പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശം, അതിശക്തമായ അധിനിവേശം, വോട്ടിന്റെ പേരിൽ ഇടതു വലതു മുന്നണികൾ ഇവയെല്ലാം കഴിഞ്ഞ ചർച്ചയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, ഇത് പറയുന്ന മുജീബ് നമ്മളെ ഈ സംശയത്തിന് നിഴലിൽ കൊണ്ട് നിർത്തുകയാണ്, നമ്മളിതെന്തോ പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിൽ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ല, മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പറയുന്ന കാര്യമല്ല മുജീബ് ഇത്. പക്ഷെ നിങ്ങൾ അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത് എന്തിനാണ്? ആ അജണ്ട എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. അല്ല, താങ്കൾ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. തലക്കുപിടിച്ചതിന്റെ വിഷയമാണ്. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പറയുന്നതാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്ന നിങ്ങളുടെ സംസാരിക്കുന്നു. ഷാബ് സംസാരിക്കുന്നു, ഫാദർ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. അങ്ങനെയല്ല. അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങളെ പോലെയുള്ള നീച ജന്മങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം എന്ന് എല്ലാവർക്കും അറിയാം.
പ്രശ്നം വാക്കുകള് കിടക്കുന്നത് ഈ ഒരു വൈദികന്റെ ലോഹ ഇട്ട് വന്നിരുന്നിട്ട് ഒരു ചാനലിൽ സംസാരിക്കുകയാണ്. നിങ്ങളെ പോലെ നീച ജന്മങ്ങളാണ്, ഇതേപോലെയുള്ള ആളുകളാണ് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്. ഷാബുവാണ് പറഞ്ഞത്. ഷാബു അത്തരത്തിലുള്ള പ്രയോഗങ്ങളും വേണ്ട. അല്ലല്ല, ഷാബു അത്തരത്തിലുള്ള പ്രയോഗങ്ങളും വേണ്ട. അത് ശരിയല്ല. താങ്കളുടെ സംസ്കാരമാണത്. അതെ അതെ, ഓക്കെ, മനസ്സിലായി. നേരത്തെ ചാനലിന്റെ സംസ്കാരം പറഞ്ഞ പോലെ താങ്കളുടെ സംസ്കാരം അല്ലല്ല മുജീബ് അങ്ങനെ പറഞ്ഞു വിടരുത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് താങ്കളെ എന്തിനാണ് ഇത്രമാത്രം ചൊടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കാമല്ല പറഞ്ഞത്. അല്ലല്ല, താങ്കളെ ഉണ്ടാക്കുന്ന വിഷയത്തെ കുറിച്ചാണ്. മഞ്ജുഷ ഒരു ചർച്ചയിൽ വിളിച്ചിരുത്തിയിട്ട് നീചജന്മങ്ങൾ എന്ന് പറയുമ്പോൾ മുജീബ്, ഞാനതിനെ അനുകൂലിച്ചില്ല. ഞാൻ ഷാബുവിനോട് അപ്പോൾ തന്നെ പറഞ്ഞു അത് ശരിയല്ല എന്ന്. കേട്ടില്ലേ താങ്കളുടെ ശബ്ദം കാരണം കേൾക്കാത്തതാണ്. ഞാൻ പറഞ്ഞു ഷാബുവിനോട് അത് ശരിയല്ല അങ്ങനെ പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം പറഞ്ഞത് താങ്കളാ? പൊളിറ്റിക്കൽ ഇസ്ലാം പറഞ്ഞു ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ശരി ഫാദർ പറഞ്ഞോ, കുഴപ്പമില്ല. ഇതൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞു. അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള വാക്കിന് എന്താണ് കുഴപ്പം? ഉണ്ടെങ്കിൽ തിരുത്തു. താങ്കൾ പറയൂ. എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത്? ഒരു കുട്ടി ഒരു സ്കൂളിൽ തട്ടനിട്ട് പോയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളാണ് ഈ കാണുന്നതൊക്കെ. ആ സ്കൂൾ അടച്ചതിന് താങ്കൾക്ക് കുഴപ്പമില്ല. വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് ആരടച്ചു? തെറ്റിദ്ധരിപ്പിക്കരുത്, ആങ്കർ തെറ്റിദ്ധരിപ്പിക്കരുത്. ആരാണ് ആ സ്കൂൾ അടച്ചത്? ഫാദർ സ്കൂൾ അടച്ചിട്ടില്ലേ? ഫാദർ സ്കൂൾ അടച്ചിട്ടില്ലേ? ആരാണ് അടച്ചത്? പറയൂ, ആരാണ് അടച്ചത്? ആരാണ് അടപ്പിച്ചത്? അറിഞ്ഞില്ലായിരുന്നോ? സ്കൂൾ നേരത്തെ പറഞ്ഞ ഭീകരവാദികൾ സ്കൂളിലേക്ക് ഇടിച്ചു കയറി അധിനിവേശം നടത്തി അവിടെ മുഴുവൻ വീഡിയോ എടുത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോ പിന്നെ എന്താണ് അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത്? അപ്പൊ ഇതല്ല ഭീകരത എങ്കിൽ പിന്നെ എന്താണ്? പറയൂ. ഇതല്ല ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് ഭീകരത? പറയൂ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോലീസിനെ വിളിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് മാനേജ്മെന്റ് ഉണ്ടായെങ്കിൽ അതിനാരാ ഉത്തരവാദി? അത് അടച്ചിടേണ്ടി വന്നെങ്കിൽ അതിനാരാ ഉത്തരവാദി? ഇപ്പോ ഇത് മുസ്ലിം സമുദായമല്ല, ഒരു സംശയമില്ല, മുസ്ലിം സമുദായമല്ല. മുസ്ലിം സമുദായത്തിലെ ഇത്തരത്തിലുള്ള ചില ഛിദ്ര ശക്തികൾ, അവരെയാണ് ഭീകരവാദികളെന്നും വർഗീയവാദികളെന്നും വിളിച്ചത്. അവരെ അങ്ങനെ തന്നെ വിളിക്കും. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയുന്നതല്ല, ഒരു മുസ്ലിം സുഹൃത്ത് തന്നെയായ ആളുടെ പുസ്തകം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ രാഷ്ട്രീയം വായിച്ചു നോക്കുക. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഹിജാബ് തർക്കം തീരാത്തതിന് കാരണം മന്ത്രിയോ? അതെ എന്ന് 84% പ്രേക്ഷകർ, അല്ല എന്ന് 14%. അവസാനിക്കുന്നു. നന്ദി.